ശ്രുതിയോട് ആ ജോത്സ്യം പറയാണ് 5 ദിവസവും 5 കളറിലുള്ള ഡ്രസ്സ് ഇടണം, തിങ്കളാഴ്ച ഒരു കളറ്, ചൊവ്വ ഒരു കളറ്, അങ്ങനെയൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി പറയും അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ശ്രുതിയുടെ കൂടെ വന്ന ഫ്രണ്ട് ചോദിക്കും അങ്ങനെ ഷർട്ടിനൊക്കെ ഒരു കാര്യത്തെ തടഞ്ഞു നിർത്താൻ പറ്റുമോ ചോദിക്കുമ്പോൾ നമ്പൂതിരി പറയും ഷർട്ടിനല്ല, ആ ഷർട്ടിൻ്റെ കളറാണ് എല്ലാതും ഇതാക്കുന്നത് എന്നൊക്കെ പറയാണ്. എന്നിട്ട് ശ്രുതിയോട് പറയും ഇപ്പോൾ താൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഊര്, കാരണം ആ ഷർട്ടിൻ്റെ കളറ് ഇന്നത്തെ ദിവസം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഷർട്ട് ഊരിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ കിടന്ന ഒരു മുണ്ട് എടുത്തിട്ട് ശ്രുതിനെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് കൊടുത്തിട്ട് പൊക്കോളണം, ഇന്നത്തെ ദിവസം അത് മേത്തൊന്നും മാറ്റാനേ പാടില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി ഓക്കെ ഞാൻ മാറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ സച്ചി ഒരു കുടുക്കയൊക്കെ വാങ്ങിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയും ഞങ്ങൾ ഈ കുടുക്കയിലേ ഇന്ന് മുതൽ വണ്ടി ഓടി കിട്ടുന്ന പൈസ ഇതിലിട്ട് വെക്കാമെന്നാണ് വിചാരിക്കണേ, ഇപ്പോൾ രണ്ടാമത്തെ വണ്ടി ഓടുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ചന്ദ്ര ചിരിച്ചുകൊണ്ട് വരും കേട്ടോ. എന്നിട്ട് ചന്ദ്ര പറയും നിങ്ങൾ ഈ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടണത് എത്തുമെന്ന് എനിക്കറിയായിരുന്നു, ഇപ്പം അതും തുടങ്ങിയോ രണ്ടുപേരും കൂടിയിട്ടെന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ രവി പറയും എന്തൊക്കെയാണ് ചന്ദ്ര നീ പറയണേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയും പറയട്ടെ അച്ഛാ, ഇത്രയും ദിവസം അമ്മ ബൾബ് ഓഫായിട്ട് ഇരിക്കുകയായിരുന്നു, ഇപ്പോൾ പഴയ പൂർവാധികം ശക്തിയോടെ വന്നിരിക്കുകയല്ലേ, പറഞ്ഞോട്ടെ എന്നിങ്ങനെ പറയാണ്. ആ സമയത്താവും ശ്രുതി കയറി വരുന്നുണ്ടാവുക. അതേ വരുന്ന ഒരു പിച്ചക്കാരൻ, ഇവൻ എന്താ ശരിക്കും പിച്ചെടുക്കാൻ പോയിണ്ടോ? പോയിട്ടുണ്ടാവും, ഇവൻ അതിന് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതിയുടെ വേഷം കാണുമ്പോൾ ചന്ദ്ര ചോദിക്കും എന്താ മോനെ ഇത്, നിനക്ക് എന്താ പറ്റി, എന്താ ഉണ്ടായതെന്നൊക്കെ ഒന്ന് ചോദിക്കുകയാണ്. ശ്രുതി പറയും എന്നെ തൊടരുത്, എൻ്റെ മേത്തുള്ള തുണി എടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ കയറി പോവുകയാണ്. അപ്പോഴും പോയപ്പോഴും സച്ചി രേവതിയും കൂടി ശ്രുതിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ശ്രുതി വരികയാണ്. എന്നിട്ട് ശ്രുതി രേവതിയോട് ചോദിക്കും എന്തിനാ സച്ചി എപ്പോഴും ശ്രുതിനെ അങ്ങനെ ഓരോന്ന് പറയുന്നത്, പിച്ചക്കാരൻ എന്നൊക്കെ എന്തിനാ അവനങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയും ശ്രുതി ഒന്ന് റൂമിലേക്ക് പോയി നോക്കി നോക്ക്, അപ്പം മനസ്സിലാവും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി റൂമിലേക്ക് പോയിരിക്കുമ്പോൾ ശ്രുതിനെ കാണുകയാണ്. അപ്പോൾ തന്നെ ശ്രുതിക്ക് ദേഷ്യം വരികയാണ്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്.